ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് ലക്ഷദ്വീപ് വാർഫിലേക്കാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നത്. ലക്ഷദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് വെല്ലിംഗ്ടൺ ഐലൻഡിൽ ലക്ഷദ്വീപ് പാസഞ്ചേഴ്സ് ചെക്കിംഗ് വാർഫിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 2 മണിയൊക്കെ ആവും ഷിപ്പ് എടുക്കുമ്പോൾ. പക്ഷേ അതിൽ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വേണമെന്നൊന്നും വലിയ പിടുത്തമില്ല. എയർപോർട്ടിൽ കയറി പോകുമ്പോഴല്ലല്ലോ. എത്തിയപ്പോൾ ഏകദേശം സിമിലർ ടു എയർപോർട്ട് പോലെ തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, കിഡ്സ് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഹായ്, അതായത് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. ലഗേജ് എല്ലാം വേറൊരു ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ടാഗോ ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ കിട്ടുമായിരിക്കും. എയർപോർട്ടിലെ പോലെ ടാഗ് ചെയ്ത് വിടുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ തന്നെ നോക്കിയെടുക്കണം. ബസ് എങ്ങോട്ടോ പോകുന്നു. അപ്പോൾ വാർഫിൽ നിന്നൊരു 5-10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. യാത്ര ചെയ്ത ഉടനെ നമ്മൾ എത്തുന്നത് ഷിപ്പ് കിടക്കുന്ന സ്ഥലത്തേക്കാണ്. ഇതേ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഷിപ്പ്. നമ്മുടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ലഗേജസും വേറൊരു വണ്ടിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തുനിന്ന് നമ്മുടെ ലഗേജ് എവിടെയാണെന്ന് നോക്കിയെടുക്കണം. ഇത്രയും വലിയ ഷിപ്പാണ് കേട്ടോ. ഇത്രയും വലുതാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. MV ലഗൂൺസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഷിപ്പിൽ കയറാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഷിപ്പ് കാണുമ്പോഴും ഇതിലേക്ക് കയറാൻ പോകുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ടൈറ്റാനിക് സിനിമയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ പറയുക. ഷിപ്പിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കസിൻ ഈ ഷിപ്പിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ദ്വീപിൻ്റെ സ്നേഹം ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ലക്ഷദ്വീപ് വാർഫിലെത്തിയത് മുതൽ ഷിപ്പിലും അവിടെ ഇറങ്ങിയപ്പോഴാണെങ്കിലും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചൊരു കാര്യമാണ്. ഇത്രയും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള, ഇത്രയും ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ലായിരുന്നു. ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ കരയിലുള്ള ആൾക്കാരാണെന്ന് അറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓടുമണ്ണായിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് ഫീൽ ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഒരു ലോഡ് ലഗേജസുമായിട്ട് ആ ചെറിയ കോവണി കയറി ഒരുവിധം ഷിപ്പിനുള്ളിലെത്തി. എൻ്റെ ഐഡിയ ആയിപ്പോയി ഇത്രയും വലിയ ബാഗും പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വന്നു. ഷിപ്പിനകത്തെത്തിയ കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഷിപ്പിനകത്ത് കയറുന്നത്. ഫ്ലൈറ്റിലും ട്രെയിനിലും ബോട്ടിലും ഒക്കെ യാത്രയിട്ടുണ്ട്, പക്ഷേ ഷിപ്പിൽ ഫസ്റ്റ് ടൈമാണ്. ഷിപ്പിനകത്ത് വന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റിനകത്ത്. ഇതൊരു ലക്ഷറിയസ് ഷിപ്പൊന്നുമല്ല, സാധാരണ ഷിപ്പാണ്. അതിനകത്തെ കാഴ്ചകൾ പോലും ഞങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. വലിയ റൂമുകൾ, ഇൻഫർമേഷൻ സെൻറ്ററുകൾ, റിസപ്ഷൻ, ക്യാൻറ്റീൻ, ബങ്ക് ബെഡ് ഏരിയ, ഫസ്റ്റ് ക്ലാസ് ക്യാബിൻസ്, സെക്കൻഡ് ക്ലാസ് ക്യാബിൻ, അതുപോലെ ലൈഫ് ബോട്ട്സും എല്ലാം തന്നെ. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ഷിപ്പിലാണ് MV ലഗൂൺസ്. അപ്പോൾ കണ്ടില്ലേ, ഇത് MV ലഗൂൺസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമ്മൾ ടിക്കറ്റിൻ്റെ കോപ്പി ഓരോന്ന് വീതം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. അതായത് നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചിട്ട് ഒരു ടിക്കറ്റിലായിരുന്നു എൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേരും സീറ്റ് നമ്പർ ഉണ്ടായിരുന്നത്. വേറൊരു ടിക്കറ്റിൽ മക്കളുടെ സീറ്റ് നമ്പറായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് 4 പേർക്കും 4 ടിക്കറ്റ് എന്നുള്ള രീതിയിൽ ഓരോ കോപ്പി വീതം എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോപ്പി എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ബോർഡിങ്ങിലെല്ലാം നിന്നപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ബോർഡിങ്ങിൽ കോപ്പി എടുക്കാനുള്ളൊരു സംവിധാനം ഇല്ലായിരുന്നു. അതിനകത്തില്ല, ആക്ച്വലി ആ വാർപ്പിനകത്തില്ല. അങ്ങനെ നമ്മൾ എന്താ ചെയ്താന്ന് വെച്ചാൽ പിന്നെ ഒരു ഓട്ടോ പിടിച്ച് പുറത്ത് പോയി 2 കിലോമീറ്റർ യാത്ര ചെയ്ത് 2 കിലോമീറ്റർ യാത്ര ചെയ്ത് കോപ്പി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവരെന്തായാലും ചെയ്യുക, ഓരോ കോപ്പി വീതം എടുത്ത് വെച്ചിരിക്കണം എല്ലാത്തിൻ്റെയും. വാർപ്പിനകത്തേക്ക് കയറി നമുക്ക് കോപ്പി എടുക്കാനൊന്നും പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരും. പിന്നെ അവർ പറഞ്ഞു 1 മണിക്കൂറിനകം കോപ്പി എടുത്തിട്ട് ഇവിടെ എത്തണം, 1 മണിക്കൂറാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഓടി പോയി കോപ്പി എടുത്തിട്ട് വരുവാണ് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഓട്ടോ ചേട്ടൻ ഹെൽപ്പ് ചെയ്തു. പെട്ടെന്ന് കോപ്പി കിട്ടി. എന്നിട്ട് പിന്നെ നമ്മൾ വന്നു. അപ്പോൾ ഇതുപോലെ വേറെ 2-3 ആൾക്കാരുണ്ടായിരുന്നു. അവരിങ്ങനെ പോകാൻ പറ്റാതെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് അവർ സാരയില്ലാന്ന് പറഞ്ഞ് എഴുതി വിടുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ കോപ്പി എടുത്തിട്ട് പിന്നെ അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ബസ് കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷിപ്പിൽ കയറി. ഈ യാത്രയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ
ടിക്കറ്റ് എടുക്കുക എന്നതാണ്. ലക്ഷദ്വീപിലേക്കുള്ള യാത്രയിൽ ഒരു ഓൺലൈൻ സൈറ്റാണുള്ളത്. അതിലൂടെ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ആദ്യം ഞാൻ സെക്കൻഡ് ക്ലാസ് ക്യാബിൻ നോക്കി, കിട്ടിയില്ല. ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഈ ബങ്ക് ബെഡ്സാണ്. ബങ്ക് ബെഡ്സും അത്ര മോശമുള്ള കാര്യമായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നല്ലതായിരുന്നു. നമ്മുടെ റെയിൽവേയിലേക്കുള്ള 2 tier AC ഇല്ലേ, അതുപോലൊരു സെറ്റപ്പാണ്. മാത്രമല്ല ഈ ബങ്ക് ബെഡ്സ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റാനിക് സിനിമ കാണുമ്പോൾ അവിടെയുള്ള ലോവർ ബെർത്ത് അറിയാമല്ലോ, അതിനകത്ത് പാട്ടും എന്താണ് സാധാരണക്കാരും ആ ഒരു വൈബില്ലേ, അത് തന്നെയാണ് ഇതിനകത്തും. ഒരുപാട് ആളുകളുണ്ടാവും. അവരെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും മിണ്ടുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരനുഭവം. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. ആക്ച്വലി ഈവൻ നമ്മൾ ബങ്കിൽ ആദ്യം കയറിയപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടായി, സെക്കൻഡ് ക്ലാസ് കിട്ടിയില്ല എന്നൊക്കെ. പിന്നീട് പക്ഷേ ഞങ്ങളിത് ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഓരോരോ ബങ്ക് ബെഡ് കിട്ടി. അതിൽ ഞങ്ങളങ്ങ് കൂടി. മാക്സിമം ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ബാക്ക് സൈഡിലോട്ട് വരാൻ ശ്രമിക്കണം. അത് ഞങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു. അവിടെ കുലുക്കം കുറവായിരിക്കും, ഫ്രണ്ടിൽ നല്ല ചാട്ടമായിരിക്കും. ഇതിനകത്തുള്ള 2 പേർക്ക് മാത്രം ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഫസ്റ്റ് ക്ലാസ് ക്യാബിനാണ് ഈ കാണുന്നത്. അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. എല്ലാ സൗകര്യവും ഇതിനകത്തുണ്ട്. പ്രീമിയം ക്ലാസ് പാസഞ്ചേഴ്സിന് മാത്രമേ ഇതിനകത്ത് യാത്ര ചെയ്യാനുള്ള ടി വി സെറ്റപ്പ് ഉണ്ട്. ഒരു അൽമാരയുണ്ട്, ബാത്റൂം, പ്രത്യേകിച്ച് ബാത്റൂമുണ്ട്, ഒരു വിൻഡോ ഡോറുണ്ട്. താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. എന്നുള്ള ഷിപ്പിനകത്തുള്ള മസ്ജിദാണിത്. അതായത് ഒരു ഷിപ്പിനകത്ത് എല്ലാ സൗകര്യവും ഉണ്ട്. ഇത് പ്രെയർ ഹോളാണ്. എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു പ്രെയർ ഹോൾ. ഇവിടെ ഒരു വെറൈറ്റി ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വടക്ക് നോക്കി എത്ര ഉണ്ട്? അതെ നമ്മൾ കിബില കണ്ടുപിടിക്കാനുള്ള വടക്ക് നോക്കി എത്ര ഉണ്ട്. അപ്പോൾ ഷിപ്പ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഡയറക്ഷൻ, അതായത് മുസ്ലിംസിൻ്റെ പ്രെയർ ഒരു ഡയറക്ഷൻ നോക്കിയാണ് വിളിക്കുന്നത്. കിബില നോക്കിയാണ് നിൽക്കുന്നത്. കിബില ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് ഇതിനകത്ത് വെച്ചു. ഓക്കെ, അതായത് നമസ്കരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വുളു എന്ന് പറയുന്നത്, ശുദ്ധീകരിക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റിയും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ നേരെ തുറന്നാൽ നമുക്ക് നേരെ പള്ളിയിലോട്ടേക്ക്. ഇതൊരു റെക്രിയേഷണൽ ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഷിപ്പിനകത്ത് നമുക്കിവിടെ വന്ന് ടേബിൾ ടെന്നീസൊക്കെ കളിക്കാം. TT ടേബിൾസ് ഒക്കെ ഉണ്ട് ഇവിടെ. ചെറിയൊരു റെക്രിയേഷൻ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓ, ഇതൊരു ലഗേജ് റൂമാണ്. ഇത് ചെറിയ ലഗേജ് റൂമാണ്. ഇത് വലിയ ലഗേജ് റൂം അവിടെ 2 സൈഡിലുണ്ട്. ഇത് എയർ കണ്ടീഷൻ അല്ലല്ലേ? ക്രോക്കറി റൂമായിരുന്നു. അപ്പോൾ ഇത് ഷിപ്പിനകത്തുള്ള ഒരു ക്രോക്കറി റൂമാണിത്. ഇപ്പോൾ ഇതിനകത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിപ്പോൾ എന്തൊക്കെയാണ് ചേട്ടാ? വെജിറ്റബിൾസ്. ഓ, വെറ്റില. ഓക്കെ, ദ്വീപിലേക്കുള്ള സാധനങ്ങളാണല്ലോ. ഓക്കെ, അങ്ങനെയുള്ള ദ്വീപിലേക്കുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ലഗേജ് റൂമായിട്ടാണ് ഈ ഒരു ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. കൂളിംഗ് റൂമായിരിക്കും ഇത്. AC റെഫ്രിജറേറ്റർ പോലത്തെ ഒരു റൂമാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ റൂമാണ്. അപ്പോൾ ഷിപ്പിൽ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കീപ്പ് ചെയ്യുന്നത് ഈ ഒരു റൂമിനകത്താണ്. ഇത് ഷിപ്പിന് ആവശ്യമുള്ള ഗ്രോസറി പ്രൊവിഷൻസ് അല്ലേ? ഷിപ്പിനകത്ത് ഫ്രീസർ. ഓക്കെ, മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്റ്റോറേജ് ആണ്. ഇത് ഫ്രീസറാണ്. ഇതിൽ നമ്മുടെ ബിഞ്ചില് സാധനം ഇറക്കൂലേ? ഇത് ഓ, ഇത് തുറന്നിട്ട് എന്ത് ചെയ്യാ? ഒരു താഴോട്ടിറക്കി പോകും. ഓക്കെ,
ലക്ഷദ്വീപുകാരുടെ സ്നേഹം എന്തെന്ന് അറിയുന്നത് ഷിപ്പിൽ നിന്ന് തന്നെ തുടങ്ങി. ലക്ഷദ്വീപിലുള്ള 3 യുവാക്കളായ സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് ഈ ഷിപ്പിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഇവർ ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്ന ഇദ്രീസ് എന്ന സുഹൃത്തിൻ്റെ റിലേറ്റീവ്സാണ്. ഷിപ്പിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുമാത്രമല്ല, സാധാരണ പാസഞ്ചേഴ്സിന് ഇതൊന്നും അറിയാനുള്ള വശവുമില്ല. പക്ഷേ ഞങ്ങൾ യൂട്യൂബിലേക്ക് വ്ളോഗ് എടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടുപോയി കാണിക്കുകയായിരുന്നു. ഈ ഒരു വീഡിയോയിൽ തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഈ ഷിപ്പിൻ്റെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സായ സേഫ്റ്റിയും അതുപോലെ ക്യാപ്റ്റൻ്റെ റൂമിനകത്തേക്ക് പോകാനുള്ള അവസരം ലഭിച്ചു. അതുപോലെ എൻജിൻ റൂമിലേക്ക് കയറുവാനുള്ള അവസരം ലഭിച്ചു. ഷിപ്പിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുവാനുള്ള അവസരം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.